നമ്മുടെ കുഞ്ഞുമാവ് വാക്സിനേഷനൊക്കെ എടുക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. കൊച്ചിന് സന്തോഷമായി. നമ്മുടെ കുഞ്ഞു മക്കളുടെ തിരുവാതിരയാണേ. അയ്യോടാ, നമ്മുടെ കുഞ്ഞാവ് നല്ല ഉറക്കത്തിലാണ്, പാവം. ഇന്നാണ് വാക്സിനേഷൻ. എന്താവോ എന്തോ. നമുക്ക് കുഞ്ഞാവെ എഴുന്നേൽപ്പിക്കാം. വാവേ, മോളൂസേ, കുഞ്ഞുവാവേ, കുഞ്ഞിനെ റെഡിയാക്കിയിട്ടിനി നമുക്ക് കാണാം. വാവേ എഴുന്നേക്ക്, ഇന്ന് വാക്സിനേഷനൊക്കെ എടുക്കണ്ടേ? പാവം, ഒന്നും അറിയില്ല, കഷ്ടം. അപ്പം നമ്മുടെ കുഞ്ഞുമാവ് വാക്സിനേഷനൊക്കെ എടുക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഉടുപ്പൊക്കെ ഇട്ട് റെഡിയായി ഇങ്ങനെ കിടക്കുകയാണേ. 1.5 മാസം പോയത് അറിഞ്ഞില്ല, പെട്ടെന്ന് അങ്ങ് പോയി കേട്ടോ. അപ്പോൾ അവൻ വലിയ കരച്ചിലൊന്നുമില്ലാതെ ഇങ്ങനെ പോവുമായിരുന്നു. ഇനിയിപ്പം കുത്തിവയ്പ്പൊക്കെ എടുത്തിട്ട് എന്തോ ആവോ എന്തോ. ഇനി എന്തായാലും 2 ദിവസം ശിവരാത്രി ആയിരിക്കും. വാവ കരയല്ലേ, വാവ കരയല്ലേ കുത്തിവയ്പ്പ് എടുക്കുമ്പോൾ. വാവേ, വാവമ്മൂളേ. അങ്ങനെ ഒന്നും അറിയാതെ പാവം കുഞ്ഞാവ് കിടക്കുക. എന്താ സംഭവിക്കാൻ പോകുന്നത് അതൊന്നും അറിയത്തില്ല. പാവം. ഇന്ന് 3 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? 3 ഇഞ്ചക്ഷൻ ഉണ്ട്. 45 ദിവസം ആകുമ്പോൾ ഉള്ള ഇഞ്ചക്ഷൻ, 1.5 മാസം കഴിയുമ്പോൾ ഉള്ള. ഇല്ല, ഒന്നുമില്ല. 3 ഇഞ്ചക്ഷൻ അറിയാൻ വയ്യ, അവിടെ ചെല്ലുമ്പോ അറിയാം എന്തുവാന്നുള്ളത്. പണ്ടത്തേക്ക് അങ്ങ് മറന്നുപോയി എന്തൊക്കെയാന്ന്. നമുക്ക് നേരത്തെ കാണാൻ പോവാം. അവള് പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്ക് പോവാം. അപ്പം നല്ല ഉറക്കത്തിൽ ഇരിക്കുന്ന കുഞ്ഞാവെ കൊണ്ടുപോയിട്ട് ഒരു കുത്തിവയ്പ്പൊക്കെ എടുത്തിട്ട് വരട്ടെ. പാവം നല്ല ഉറക്കം കേട്ടോ. ഉറക്കത്തിലായിരിക്കും കുത്താൻ പോകുന്നത്. നമുക്ക് പോട്ട് വരാം. പാവം നല്ല ഉറക്കം. നമ്മൾ എവിടെ പിന്നെ കുഞ്ഞാവെ കുത്തിവയ്പ്പിന് കൊണ്ടുവന്നത് അടുത്തുള്ള ഒരു അംഗൻവാടിയിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ ഇപ്പം ഡോക്ടർ വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ പാട്ടും ഡാൻസും ഒക്കെയാണ് കാണുന്നത്. നല്ല കുഞ്ഞു മക്കൾ കേട്ടോ, അവർ നല്ല പാട്ടും ഡാൻസും ഒക്കെ പാടുന്നുണ്ട്. ഒന്നുകൂടെ പാടിക്കേ മോളെ, ഒരു നല്ല പാട്ടൂടെ പാടിക്കേ. കുറച്ച് പാട്. വേറൊരു പാട്ട്. അതെ, കൈ കൊട്ടയ്ക്ക്, പാട്ട് പാടിക്ക്, പാട്ട് പാട്. കൊച്ചിന് സന്തോഷമായി. നമ്മുടെ കുഞ്ഞു മക്കളുടെ തിരുവാതിരയാണേ. അയ്യോടാ. കളിക്കും. അതുകൊണ്ട് വാ കളിക്കും.
കളിക്കുമോനെ കളിക്ക്. അതാ അത് പെൺപിള്ളേരെ കളിയാന്ന് പറയുന്നത്. പാവം 3 കുത്തിവയ്പ്പും കഴിഞ്ഞു, പോളിയോയും കൊടുത്തു. ചെറുതായിട്ടൊന്ന് ചിണുങ്ങിയതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഒന്നും അറിയത്തില്ലല്ലോ. ബാക്കി കുഞ്ഞുങ്ങളെല്ലാം അവിടെ നിന്ന് കരയുന്നുണ്ട്. പാവം ഇനി ചെല്ലുമ്പോൾ അറിയാം എന്തോന്നുള്ളത്. 2 കാലയിലും കയ്യിലും. പാവം കുത്തിവയ്പ്പൊക്കെ എടുക്കുന്നത് നമുക്ക് കാണിക്കാനൊരു ബുദ്ധിമുട്ട്, അവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ എടുത്തില്ല. അപ്പം നമ്മൾ വിചാരിച്ച അത്ര കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അവളൊന്നും അറിഞ്ഞില്ല, ഉറക്കത്തിലായിരുന്നു. നല്ല ഇഞ്ചക്ഷൻ വെച്ചു, ഒന്ന് കരഞ്ഞു. അടുത്ത ഇഞ്ചക്ഷൻ വെച്ചു, ഒന്ന് കരഞ്ഞു. പിന്നെ ഉറങ്ങി. അടുത്ത ഇഞ്ചക്ഷൻ വെച്ചു, പിന്നെ ഉറങ്ങി. 3 ഇഞ്ചക്ഷൻ വെച്ചായിരുന്നു. പാവം ഈ രാത്രി അറിയാം എന്തുവാന്നുള്ളത്, ശിവരാത്രിയാണോ എന്തുവാന്നുള്ളത്. അതെ, ഇതുവരെ ഒരു പനിയോ ഒന്നും വന്നില്ലായിരുന്നു. ഇനി അറിയാൻ മേല. എനിക്കൊന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി രാത്രി കാണാൻ എന്തുവാന്നുള്ളത്. അതെ, നമുക്ക് 2 ദിവസം കൂടെ നിർത്താം. ഞാൻ വിചാരിച്ചു കരഞ്ഞ് ബഹളമായിരിക്കും എന്ന് കരുതി. രാത്രിയിലെ ഡ്യൂട്ടിക്ക് വേണ്ടിട്ട് ഞാൻ വിചാരിച്ചു നിർത്താതെ കരയും, വീട്ടിൽ വരുന്നവരെ കരയും, അങ്ങനെയൊക്കെയാന്നാ വിചാരിച്ചത്. അങ്ങനെ എന്തായാലും ഉണ്ടായില്ല. ഈ രാത്രിത്തെ കാര്യവും വൈകിട്ട് നിൽക്കുക എന്തുവാന്ന് അറിയാൻ മേല. വേദന ഇറങ്ങുമ്പോ എന്തോന്നുള്ള മരുന്ന് കൊടുക്കണം. 2 മണിക്കൂർ 6 മണിക്കൂർ ഇടവിട്ടിട്ട് 2 ml വീതം. പാവതല്ല ഉറക്കത്തില്ല. ഇതിന് നല്ല രസം പറഞ്ഞാൽ അംഗൻവാടി ചെന്നാൽ കുഞ്ഞുങ്ങളുടെ ഒക്കെ ഡാൻസും ഒക്കെ ആയിരുന്നു. അതെ, നല്ല മക്കള്. കുറെ പിള്ളേരോട് ഉണ്ടായിരുന്നു. ഇപ്പൊ സ്കൂളൊക്കെ തുറന്നത് കൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയി. ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്നാലും ഇത്രയും ദിവസം കൊണ്ടൊക്കെ കുഞ്ഞുങ്ങൾ നല്ല പാട്ടും ഒക്കെ പഠിച്ചു, ഡാൻസ് നല്ല ആക്റ്റീവ് പിള്ളേര് ആക്റ്റീവായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം തോന്നി. അപ്പൊ ഇനി നമ്മുടെ കുഞ്ഞിനെയും അംഗൻവാടിയിലൊക്കെ വിടണം അല്ലേ? അടുത്ത അംഗൻവാടിയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് വിടാം. ഇതുപോലെ എല്ലാം കൂടെ വിശേഷങ്ങളൊക്കെ അറിയാൻ ഇനിയും താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.